ഇത് ഇപ്പോൾ ജയൻറ്റ് കോസ്വേ എന്നുള്ള സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. സോ ഇവിടെ ഒരു ടണലുണ്ട്. ഈ ടണൽ കടന്നിട്ട് അങ്ങോട്ട് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ബസ് കിട്ടും, അല്ലെങ്കിൽ 1 കിലോമീറ്റർ നടക്കണം എന്നാണ് പറയുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ജയൻറ്റ് കോസ്വേ കാണാൻ വേണ്ടിയിട്ടാണ്. സോ അത് ചെയ്യാം. അപ്പോൾ അത് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇതാണ് ജയൻറ്റ് കോസ്വേ എന്ന് പറയുന്നത്. ജയൻറ്റ് കോസ്വേ എന്നാണ് പറയുന്നത് അതിന്. ഭയങ്കര ഒരു സീനാണ്. നമ്മൾ ആ അറ്റം വരെ പോവും. ഈ കല്ലിൽ ഇറങ്ങരുതെന്നാണ് പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കല്ല് സ്ലിപ്പറിയാണ്. അത് കാരണം കൊണ്ട് കല്ലിൽ ഇറങ്ങാൻ പാടില്ല എന്നും പറയുന്നുണ്ട് അവർ. ആൾക്കാർ ഒരുപാട് നടന്നു പോകുന്നുണ്ട്. ഇതിങ്ങനെ ഒരു കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിട്ട്. അങ്ങോട്ടും കൂടിയിട്ടില്ല, ഒരു വഴിക്ക് 1 കിലോമീറ്റർ ഉണ്ട്. ആൾക്കാർ ഒരുപാട് നടക്കുന്നുണ്ട്. നടക്കാവുന്നേ ഉള്ളൂ, പക്ഷെ നമുക്ക് സമയമില്ലാത്ത കാരണം കൊണ്ട് നടക്കുന്നില്ല എന്ന് മാത്രം. ഇതിൻ്റെ ചരിത്രം പറയുന്നത് ദ ജയൻറ്റ്സ് കോസ്വേ ലൈസ് അറ്റ് ദ ഫുട്ട് ഓഫ് ദ ബേസാൾട്ട് ക്ലിഫ് അലോങ് ദ സീ കോസ്റ്റ് ഓൺ ദ എഡ്ജ് ഓഫ് ദ അട്രീം പ്ലാറ്റോ ഇൻ നോർത്തേൺ അയർലൻഡ്. It is made up of 40,000 massive black basalt columns sticking out of the sea. The dramatic sight has inspired legends of giants striding over the Sea of Scotland. ഇത് ഭയങ്കര ഈ സ്റ്റോൺ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് കഥയിൽ പറയുന്നില്ല. പിന്നെ വേറൊരു ബുക്കിൽ പറഞ്ഞു ഇത് വോൾക്കാനിക് ഇതുകൊണ്ടുണ്ടായതാണ്, ഈ സ്റ്റോൺസ് അങ്ങനെ ഉണ്ടായതാണെന്നും പറയുന്നുണ്ട്. അറിയില്ല ഇതിപ്പോൾ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇവരുടെ കഥകൾ പലതും പറയുന്നുണ്ട്. ഈ മലയുടെ മുകളിലേക്കൊക്കെ ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. ആൾക്കാർക്ക് നല്ല വാക്കിങ്ങിന് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഉണ്ടോ? ഇതിൽ മുഴുവൻ അത് കല്ലുകളാട്ടോ. യെസ്, നല്ലൊരു പരിപാടിയാണ്. ഇതാണ് കല്ലുകൾ. ഇതിൻ്റെ മോൾ ഭാഗത്തു നിന്നുള്ള ഒരു വ്യൂ ആണത്. നല്ല വ്യൂ ഉള്ള ഒരു പോയിൻ്റാണ്. മഴക്കാറ് കൂടി നിൽക്കുന്നുണ്ട്. മഴ എപ്പോഴാണ് വരിക എന്നറിയില്ല. ഇല്ലയോ? ഇവിടെ ഇത് നോർത്തേൺ സീ ആണ് കേട്ടോ. നോർത്തേൺ അയർലൻഡിലെ നോർത്തേൺ സീ ആണ് ഈ കാണുന്നത്. നോർത്തേൺ സീയുടെ ഭാഗമാണ്. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഹോട്ടലിൽ നിന്ന് പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ബ്രെഡ് പിന്നെ ക്രിസൻറ്റ് ഇതൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഇത് സീഷോറാണ് ഇതവിടെ ഈ കാണുന്നത്. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാലുള്ള സീനാണ്. വളരെ നന്നായിട്ടുണ്ട്. കോസ്വേ ഹോട്ടലുണ്ട്. ഇതുണ്ടോ? ഇത് കോസ്വേ ഹോട്ടൽ എന്നാണ് അതിന് പറയുന്നത്. നല്ലൊരു ഇവരുടെയൊക്കെ കളറ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ടില്ലേ? കോസ്വേ ഹോട്ടൽ
ആ മലയുടെ മുകളിലേക്കൊക്കെ ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ വരെ നടന്ന് പോകുന്നുണ്ട്. ശരി, നമുക്ക് സമയമായി. 1:30 നമുക്ക് ഡിപ്പാർച്ചറാണ്. സമയം 1:15. ഇനി 15 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇനി ചോട്ടിലേക്ക് പോവുകയാണ്. അതാ ഞങ്ങളുടെ വണ്ടി നിൽക്കണു. അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെന്നാണ് പറയണത്. ഇതാ അതായിരിക്കും. അതാ കണ്ണുണ്ടോ? ഏത്? അതാണല്ലേ? ആ, ഹെറിറ്റേജ്